കാറ്റത്തെ കിളിക്കൂടിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നികേഷ് അടുക്കളയിലേക്ക് ചെല്ലുമ്പോഴേക്കും സുഭാഷ് അവിടെ ചാന്ദിനിയുമായി കോളിലായിരുന്നു. ഈ അച്ചാർ എന്ന് പറഞ്ഞ പിക്കിൾ ഹിന്ദിയിൽ എന്താ പറയാ? ആണോ, അച്ചാർ തന്നെയാണെന്നോ? അത് കൊള്ളാലോ എന്നവൻ ചോദിക്കേ ഒരേപോലുള്ള വാക്കുകൾ. ജേസക്കി പ്രേം, മലയാളം പ്രേമം എന്ന് ചാന്ദിനിയും പറയുകയാ. പരിസര ബോധമില്ലാതെയുള്ള സുഭാഷേട്ടന്റെ ആ കോൾ കണ്ട് ഒരു നിമിഷം നോക്കി നിന്ന് നികേഷ് ഹാളിലേക്ക് വരുമ്പോഴാണ് റൂമിൽ ഗായത്രിയെ വിളിക്കുന്ന സുധീഷിനെ കാണുന്നത്. അതേ ഗായു, ഇവിടെയും മഴ പെയ്തു കഴിഞ്ഞാൽ ഭയങ്കര കൊതുശല്യമാ. ആന്നേ, പക്ഷെ ഓർത്തു കിടക്കാൻ നല്ല ഓർമ്മകൾ ഉണ്ടെങ്കിലേ ഈ കൊതു കടിക്കുന്നതൊന്നും നമ്മൾ അറിയേയില്ല എന്നവൻ പറയുന്നത് ശ്രദ്ധിച്ചു നിന്ന് ഓഹോ എന്ന് പറഞ്ഞ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന നിധിയെയും ഒന്ന് ശ്രദ്ധിച്ച് അവൻ ഉമ്മറത്തേക്ക് എത്തുമ്പോഴേക്കും മുറ്റത്തുകൂടി ഫോൺ വിളിച്ച് നടക്കുന്ന ഹരീഷിനെയാണ് കാണുന്നത്. അതുകൊണ്ട് നികേഷും പറയുന്നുണ്ട്, ഫോൺ പൊട്ടിത്തെറിച്ച് മരിക്കുന്നതൊന്നും ഇവരറിയുന്നില്ലേ എന്ന് പറഞ്ഞവൻ വിഷമത്തോടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന നിധിയുടെ അരിയിലേക്ക് വന്നിരിക്കുക. അവന്റെ താടിക്ക് കയ്യും കൊടുത്തുള്ള ഇരിപ്പ് കണ്ട് എന്ത് പറ്റിയടാ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. എന്ത് ചെയ്യാനാ എടുത്തി, എവിടെ ചെന്നാലും ഓരോരുത്തർ അവരുടെ ഫോണില് കത്തിയടിച്ചോണ്ടിരിക്കുകയല്ലേ എന്നവൻ പറയുന്നതുകൾക്ക് ആരൊക്കെ എന്ന് നിധിയും. കിച്ചണിൽ സുഭാഷേട്ടൻ ചാന്ദിനിക്ക് അച്ചാർ എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കുന്നു. പുറത്ത് ഹരീഷേട്ടൻ നിധുവിനോട് ഉലാത്തിക്കൊണ്ട് ലാത്തിയടിക്കുന്നു. അത് രണ്ടാമത്തെ പ്രതി. ഇനി വേറൊരാളുണ്ട്. ആ മുറിയിലെ സുധീഷേട്ടൻ ഗായത്രിയോട് വളവളാന്ന് പഞ്ചാര അടിച്ചോണ്ടിരിക്കുക. ഇങ്ങനെയുണ്ട് ഒരു പഞ്ചാരടി എന്ന് നികേഷ് പറയുന്നത് കേൾക്കെ നിധിയും റൂമിലേക്ക് എത്തി നോക്കുകയാ. അവൾ ശ്രദ്ധിക്കുന്നത് കാണുന്ന സുധീഷും തന്റെ ശബ്ദം കൂട്ടി, പറ ഗായത്രി, ഉച്ചത്തിൽ പറ. ഗായുവിന്റെ കിളി പോലുള്ള സൗണ്ടായോണ്ടേ ഉച്ചത്തിൽ പറഞ്ഞാലേ കേൾക്കുള്ളുന്നേ. ഓ സിനിമയ്ക്കല്ലേ, നമുക്ക് പോവാന്നേ എന്നവൻ പറയുന്നത് നിധിയും ദേഷ്യത്തോടെ ശ്രദ്ധിച്ചിരിക്കുക. നികേഷും പറയുന്നുണ്ട്, കേട്ടില്ലേ, ഇതൊക്കെ കാണുമ്പോ ആരെങ്കിലും പ്രേമിച്ചാലോന്ന് ആലോചിക്കുക ഞാൻ. അല്ല, വീട്ടിലെല്ലാവരും ഫോണിൽ തിരക്കായി കഴിഞ്ഞാൽ ഞാൻ പിന്നെന്ത് ചെയ്യും? ഒരാളെ സംഘടിപ്പിച്ചാ എനിക്ക് സംസാരിക്കാലോ. പിന്നെ ഏത് അവിടെ കൊതുകുണ്ടോ, ചായ കുടിച്ചോ, ഏത് കൂട്ടാനാ ഇഷ്ടം? ഹോ, എന്തൊക്കെ വിഷയങ്ങളാ. വാവ്. പക്ഷേ പറ്റിയൊന്ന് സംഘടിപ്പിച്ച് ഞാനും ബിസിയായി കഴിഞ്ഞാൽ ഏട്ടത്തി എന്ത് ചെയ്യും? അതാണ് പ്രശ്നം എന്ന് നികേഷ് പറയുന്നത് കേൾക്കെ ആഹാ, അത് ശരി, തമാശ പറഞ്ഞിട്ട് കാര്യമാക്കാനുള്ള പരിപാടിയാണോ നീ എന്നവളും ചോദിക്കുന്നുണ്ട്. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതായെന്ന് നികേഷ്. പഠിക്കുന്ന സമയത്ത് അത് ചെയ്യടാ, നിനക്കെന്തിനാ ഇപ്പൊ ഒരു ഗേൾ ഫ്രണ്ട്? ഓരോരുത്തർ അതിന്റെ പേരിൽ കഷ്ടപ്പെടുന്നത് നീ കണ്ടില്ലേ? വല്ല വഴക്കുണ്ടായാലേ പെൺപിള്ളേരൊക്കെ എന്തൊക്കെ ചെയ്യുമെന്നറിയോ? പെൺപിള്ളേരെയൊക്കെ മാനേജ് ചെയ്ത് പോകുന്നതേ വലിയ പണിയാ എന്ന് നിധി പറയേ. ഏട്ടതി ഒരു പെണ്ണല്ലേ, എന്നിട്ട് ഇങ്ങനെയൊക്കെ പറയാവോ എന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാ പറയുന്നേ, പെൺപിള്ളേരുടെ മനഃശാസ്ത്രം എനിക്ക് കൃത്യമായിട്ട് അറിയാം. കുടുങ്ങിയ പിന്നെ രക്ഷപ്പെടാൻ പാടാ. കുടുങ്ങാതിരുന്നാലേ ഇത്തിരി മനസ്സമാധാനത്തോടെ ജീവിക്കാം എന്നവൾ പറയേ. അതും ശരിയാ, ഹരീഷേട്ടന്റെ കാര്യത്തിൽ എന്തോരം അടി നടന്നല്ലേ എന്ന് നികേഷും പറയുന്നുണ്ട്. നിന്റെ സുധീഷേട്ടൻ ഇപ്പൊ കുടുങ്ങും, നോക്കിക്കോ എന്ന് നിധിയും. അല്ല, സുധീഷേട്ടൻ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഏട്ടത്തിക്ക് വിഷമമില്ലേ എന്ന് നികേഷ് ചോദിക്കേ. എന്തിന്? അങ്ങേർക്ക് ഇടിവിട്ട് കൊള്ളാൻ യോഗ്യമുണ്ടെങ്കിൽ ഞാൻ തടസ്സം നിൽക്കണോ? അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞ് നിധി തന്റെ ജോലിയിലേക്ക് തിരികുകയാണ്. രാവിലെ സുഭാഷേട്ടൻ അടുക്കളയിൽ പാചകത്തിലായിരിക്കുമ്പോഴാണ് നിധി അങ്ങോട്ട് വന്ന്, എന്തായി സുഭാഷേട്ടാ, കുക്കിംഗ് കഴിഞ്ഞു എന്ന് ചോദിക്കുന്നത്. തോരനും കൂടി ആയാൽ കഴിഞ്ഞു മോളെ എന്ന് സുഭാഷും. അവൾ ബീറ്റ്റൂട്ട് എടുത്ത് ചുരുണ്ടാൻ തുടങ്ങുന്നേരം ഞാൻ ചെയ്തോളാം മോളെ എന്ന് സുഭാഷേട്ടൻ പറയുന്നുണ്ട്. കുഴപ്പമില്ല സുഭാഷേട്ടാ, ഇത് ഞാൻ ചെയ്തോളാം എന്ന് നിധി പറയുമ്പോഴേക്കും നികേഷ് അങ്ങോട്ട് വന്ന് കൈ കഴുകുന്നുണ്ട്. കഴിച്ചൂടാ എന്ന് സുഭാഷേട്ടൻ ചോദിക്കേ. പിന്നെ വയറ് നിറച്ചു കഴിച്ചു എന്ന് നികേഷും. അവൻ കൈ കഴുകി പോവാൻ നേരം അവനെ ശ്രദ്ധിച്ച നിധിയും, നികേഷേ ഞാൻ എന്താ പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിക്കേ. സോറി എന്ന് നികേഷ് പറയുക. എന്താണ് എന്ന് സുഭാഷേട്ടൻ ചോദിക്കേ. നികേഷ് താൻ കഴിച്ചു കഴിഞ്ഞ പ്ലേറ്റ് എടുത്ത് കഴുകി. കഴിച്ച പ്ലേറ്റ് കഴുകി വെക്കണമെന്നാണ് ഏട്ടത്തിയുടെ ഓർഡർ എന്ന് നികേഷ് പറയുന്നത് കേൾക്കെ. ഇതൊന്നും ഞാൻ പറഞ്ഞാൽ കഴുകി തരില്ല എന്ന് സുഭാഷേട്ടനും പറയുന്നുണ്ട്. അതിന്റെ കുഴപ്പങ്ങൾ എല്ലാവർക്കും കാണാനുണ്ട്. ഇതുമാത്രമല്ല, വീട്ടിലെ എല്ലാ ജോലികളും ഇനി എല്ലാവരും കൂടി പങ്കിട്ട് ചെയ്യണം എന്നവൾ പറയേ. മോളിപ്പോ തന്നെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് സുഭാഷും. ഞാൻ മാത്രമല്ല എല്ലാവരും. നാളെ ഒരു പെൺകുട്ടി വന്ന് കയറുമ്പോ എല്ലാവർക്കും വേണ്ടി സുഭാഷേട്ടൻ ഒറ്റയ്ക്ക് ജോലി എടുക്കുന്നു എന്ന് തോന്നും. ഏയ്, അങ്ങനൊന്നുമില്ലെന്ന് സുഭാഷേട്ടനും തോന്നും. സുഭാഷേട്ടാ, ചിലപ്പോ ആ കുട്ടി പുറത്തു പറഞ്ഞില്ലെന്ന് വരും, പക്ഷെ മനസ്സിൽ തോന്നും എന്നവൾ പറയുമ്പോഴേക്കും പാത്രം കഴുകി കഴിഞ്ഞ് നികേഷും ദേ പാത്രം കഴുകിയിട്ടുണ്ടേ, ഇനി എനിക്കുള്ള ഫുഡും കൂടി പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കോളേജിൽ പോവാം എന്ന് പറഞ്ഞവൻ നികേഷിന്റെയും നിധിയുടെയും സുഭാഷിന്റെയും ലഞ്ച് ബോക്സ് എടുത്തു വെക്കുമ്പോഴേക്കും തന്റെ പാത്രം എടുത്ത് ഈ പാത്രം അങ്ങോട്ട് മാറ്റി വെച്ചോ എന്ന് സുഭാഷേട്ടൻ പറയുന്നുണ്ട്. അതെന്താ, സുഭാഷേട്ടൻ ലഞ്ച് കൊണ്ടുപോകുന്നില്ലേ എന്നവൻ ചോദിക്കേ. ഇല്ലെന്ന് സുഭാഷും. അതെന്താന്നവൻ വീണ്ടും ചോദിക്കേ. എനിക്കുള്ളത് ചാന്ദിനി കൊണ്ടുവരുമെന്ന് ഒരു നാണത്തോടെ സുഭാഷും പറയുകയാ. അത് കേട്ട് നികേഷും നിധിയും പരസ്പരം നോക്കി ചിരിക്കുന്നുണ്ട്. എന്തിനാ ചിരിക്കുന്നേ എന്ന് സുഭാഷേട്ടനും ചോദിക്കുക. അല്ല, തെറ്റായി ചിരിച്ചതല്ല സുഭാഷേട്ടാ, നല്ല അർത്ഥത്തിൽ ചിരിച്ചതാ. എല്ലാവർക്കും എല്ലാ ദിവസവും ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത് സുഭാഷേട്ടനല്ലേ. ഇപ്പൊ സുഭാഷേട്ടന്റെ കാര്യം നോക്കാൻ ഒരാളായല്ലോ, അതിന്റെ സന്തോഷത്തിൽ ചിരിച്ചതാ എന്ന് നിധിയും പറയുന്നുണ്ട്. ഞാൻ വേണ്ടെന്ന് പറഞ്ഞതാ, പക്ഷെ ചാന്ദിനിക്ക് അവൾ ഉണ്ടാക്കുന്നത് തന്നെ ഞാൻ കഴിക്കണമെന്ന് നിർബന്ധം എന്നവൻ പറയേ. എന്താ സുഭാഷേട്ടൻ ഉണ്ടാക്കുന്നത് അവർക്ക് ഇഷ്ടമല്ലേ എന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്. അതല്ല, അതൊക്കെ ഇഷ്ടം തന്നെയാ,
പക്ഷേ അവൾ ഉണ്ടാക്കി കൊണ്ടുവരുന്നത് ഞാൻ കഴിക്കണമെന്ന് എന്ന് സുഭാഷ് ഏട്ടൻ പറയേ. ഓവേ, മനസ്സിലായി എന്ന് നികേഷും പറയുന്നുണ്ട്. എന്തുവാടാ എന്ന് സുഭാഷ് അവനെ വഴക്കു പറയേ. ഒന്നുമില്ല എന്ന് നികേഷും. ഞാൻ വേണമെങ്കിൽ അവളോട് കൊണ്ടുവരണ്ടെന്ന് പറയാം എന്ന് സുഭാഷ് ഏട്ടൻ പരിഭവത്തോടെ പറയേ. ഏയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞൊന്നേ ഉള്ളൂ എന്ന് നികേഷും. നിധിയും പറയുന്നുണ്ട്. അതെ, ചാന്ദിനി കൊണ്ടുവരട്ടെ. സുഭാഷ് ഏട്ടൻ അതൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് അവളോട് സംസാരിക്കേ. രണ്ടുപേർക്കും പറയാനുള്ളത് മുഴുവൻ പറഞ്ഞ് പരസ്പരം മനസ്സിലാക്കി കഴിഞ്ഞാൽ എത്രയും വേഗം കല്യാണം നടത്താം എന്നവൾ പറഞ്ഞു നിർത്തുമ്പോഴേക്കും സുഭാഷിന്റെ മൊബൈലിലേക്ക് ഒരു കോൾ വരികയാ. അവൻ അത് എടുത്തു നോക്കി ഞാനിപ്പോ വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പോവുകയാ. ആ പോക്ക് ശ്രദ്ധിച്ച് നികേഷും പറയുന്നുണ്ട്. ഏട്ടത്തി, ആ പോക്ക് ഭാവി ഏട്ടത്തിയമ്മയാണോന്ന് എനിക്കൊരു സംശയം. ഞാൻ പോയി ചെക്ക് ചെയ്യട്ടെ എന്നവൻ ചോദിക്കേ. അവന്റെ നേരെ കത്തി നീട്ടി. അങ്ങനെ ചെയ്താൽ നിന്റെ മൂക്ക് ഞാൻ മുറിക്കും എന്ന് നിധിയും പറയുന്നുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞെന്നേ ഉള്ളൂ. സുഭാഷ് ഏട്ടൻ ഒരുപാട് മാറ്റമുണ്ട് അല്ലേ ഏട്ടത്തി എന്ന് നികേഷ് ചോദിക്കുക. ആവട്ടെടാ, അവനവന് വേണ്ടി ഇത്രയും കാലം ജീവിച്ചിട്ടില്ലല്ലോ, ഇനിയെങ്കിലും ജീവിക്കട്ടെ എന്ന് നിധിയും. അതെ ഏട്ടത്തി, ഞങ്ങൾക്കും അത് തന്നെയാ സന്തോഷം. ശരിക്കും സുഭാഷ് ഏട്ടന്റെ ഉള്ളിലെ പ്രേമം വന്നത് ഇപ്പോഴാ. സുനന്ദയോട് സുഭാഷ് ഏട്ടന് ഇഷ്ടമുണ്ടായിരുന്നു, പക്ഷേ ചാന്ദിനിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. പേര് പറയുമ്പോഴേ ആ മുഖത്തൊരു നാണം വരുന്നത് കണ്ടിട്ടുണ്ടോ? കള്ളൻ എന്ന് നികേഷ് ചിരിയോടെ പറയുന്നുണ്ട്. സുനന്ദയെ സുഭാഷ് ഏട്ടൻ ചെറുപ്പം മുതലേ കാണുന്നതല്ലേ. ആ നിലയ്ക്ക് ഇഷ്ടത്തിനൊപ്പം ഒരു ബ്രദർലി കെയർ കൂടി ഉണ്ടായിരുന്നു. ഇതങ്ങനെയല്ലല്ലോ എന്ന് നിധിയും. ഇവിടെ സുഭാഷ് ഏട്ടൻ ടോട്ടലി കാമുകനായി. അല്ലേ എടത്തി എന്ന് നികേഷ് ചോദിക്കുമ്പോഴേക്കും അങ്ങോട്ട് കയറി വന്ന സുഭാഷും എന്താടാന്ന് ചോദിക്കുന്നുണ്ട്. ഏയ്, ഒന്നുമില്ല, ചോറിന്റെ കാര്യം പറഞ്ഞതായെന്ന് നികേഷും. അല്ല, നിങ്ങൾ ഇവിടെ നിൽക്കണോ? മോളെ ഓഫീസിൽ പോവാറായില്ലേ എന്ന് ചോദിക്കേ. എന്ന് നിധിയും. ആ, എന്നാ ചെന്ന് റെഡി ആയിക്കോ, ഞാനേ ബാക്കിയുള്ളത് പാക്ക് ചെയ്ത് വെച്ച് എന്ന് പറയേ. തന്നെ നോക്കി നിൽക്കുന്ന നികേഷിനോടായി പോയി റെഡി ആവടാ എന്ന് സുഭാഷ് ഏട്ടൻ വഴക്ക് പറയുന്നുണ്ട്. ശരി ഭയ്യ എന്ന് പറഞ്ഞവൻ അവിടുന്ന് പോവുകയാ. ചെല്ലു മോളെ എന്ന് നിധിയോടായി പറയേ. നിധിയും അവിടുന്ന് പോവുകയാ. പിന്നീട് നിധി ഓഫീസിലേക്ക് പോവാൻ റെഡിയായി മുറ്റത്തേക്ക് ഇറങ്ങുകയാ. മുറ്റത്തേക്ക് ഇറങ്ങിയ അവൾ നികേഷെ വേഗം വാ എന്ന് അവനെ നീട്ടി വിളിക്കുന്നുണ്ട്. ദാ വരുന്നു എന്ന് നികേഷും വിളിച്ച് പറയുന്നുണ്ട്. നിധിയുടെ മനസ്സിലപ്പോൾ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഗായത്രിയുമായി സംസാരിക്കുന്ന സുധീഷിന്റെ മുഖമാണ് ഓടിയെത്തുന്നത്. അതൊക്കെ അവൾ അകത്തേക്ക് കയറി ചെല്ലുമ്പോഴേക്കും ഹാളിലേക്ക് എത്തുന്ന നികേഷും തിരിച്ചു വന്നോ, ഞാൻ ഇതാ ഇറങ്ങി എന്ന് പറയുന്നുണ്ട്. നമുക്കിന്ന് വണ്ടി പോവാം, ഞാൻ നിന്നെ വഴിയിലിറക്കാം എന്നവൾ പറയേ. എന്തുപറ്റി, വണ്ടി ഓടിക്കാനുള്ള പേടിയൊക്കെ മാറിയോ എന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. പേടി അല്ലെങ്കിലുമില്ല, ഒരു ടെൻഷൻ, അത് മാറിയല്ലേ പറ്റൂ. പിന്നെ ബസ് സ്റ്റോപ്പിൽ പോയി നിന്ന് ചിലരുടെ നാടകം കാണേണ്ടി വരും, അത് ഒഴിവാക്കാൻ സ്കൂട്ടറിൽ പോകുന്നതാ നല്ലത്. ഞാൻ കീ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ അവൾ പോയി കീ എടുത്തോണ്ട് വരികയാണ്. അങ്ങനെ അവൾ നികേഷിനെയും പുറകിലിരുത്തി വണ്ടി ഓടിച്ചു പോവുകയാ. അവിടെ ഗായത്രി ബസ് സ്റ്റോപ്പിൽ ഫ്രണ്ട്സുമായി സംസാരിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടെ സുധീഷ് വരുന്നുണ്ടോന്ന് ആകാംക്ഷയോടെ നോക്കിക്കൊണ്ട് നിൽപ്പാ. അപ്പോഴാണ് നിധി നികേഷിനെയും കൊണ്ട് സ്കൂട്ടിയിൽ അങ്ങോട്ടെത്തി അവനെ അവിടെ ഇറക്കി വണ്ടി നിർത്തി അവളും ഇറങ്ങുന്നത്. അത് കണ്ട് നികേഷും ഏട്ടത്തി എന്തിനു ഇറങ്ങുന്നത് എന്ന് ചോദിക്കേ. നിന്റെ വണ്ടി വരട്ടെ എന്നിട്ട് പോവാമെന്ന് പറഞ്ഞ് അവന് കൂട്ടുനിൽക്കുക നിധി. ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ഗായത്രി ഒന്ന് ശ്രദ്ധിച്ചേ. ഒന്നോർത്ത നന്നായി, അല്ലെങ്കിൽ ആ സാധനത്തിനെയും കണ്ട് ഇവിടെ നിൽക്കേണ്ടി വന്നേനെ എന്ന് നികേഷ് നിധിയോടായി പറയുന്നു. ഗായത്രിയും അവരെ ശ്രദ്ധിക്കുന്നത് കണ്ട് നികേഷും ഇവളെന്താ ഇങ്ങോട്ട് നോക്കുന്നേ, ഇവൾക്ക് വല്ല സ്കൂൾ ബസ്സിലും പോയിക്കൂടെ എന്ന് പറഞ്ഞു നിൽപ്പാ. അപ്പോഴാണ് ഗായത്രി അവരുടെ അരിയിലേക്ക് വന്ന് ആള് വന്നില്ലേ എന്ന് ചോദിക്കുന്നത്. ആര് എന്ന് നിധി ചോദിക്കേ. സുധീഷ് എന്നവളും. വന്നില്ലേ എന്നവൾ വീണ്ടും ചോദിക്കേ. ഇല്ല, ഞങ്ങളുടെ കൂടെ വന്നില്ലെന്ന് നികേഷും ദേഷ്യത്തോടെ പറയുകയാ. എപ്പോഴും ഒരുമിച്ചാണല്ലോ വരിക, അതാ ചോദിച്ചേന്ന് ഗായത്രിയും. നമ്പർ ഉണ്ടല്ലോ കയ്യില്, വിളിച്ചു ചോദിച്ചൂടെ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. വിളിച്ചു, കിട്ടുന്നില്ല. നിങ്ങൾ സുധീഷിന്റെ ആരാ, ചേച്ചിയാണോ എന്നവൾ ചോദിക്കുന്നവൾക്ക് ദേഷ്യത്തോടെ നിധിയും അല്ല അമ്മായിയാ എന്ന് പറയുന്നുണ്ട്. ഓ, എന്ന് വെച്ചാ എന്നവൾ ചോദിക്കേ. മാമന്റെ ഭാര്യ എന്ന് നിധി പറയുന്നത് കേൾക്കേ. ഓ ശരി എന്നവൾ പുഞ്ചിരിയോടെ പറയുക. നികേഷും പറയുന്നുണ്ട്. ദേ നോക്ക്, അയാളുടെ സമയമാകുമ്പോ അയാൾ വന്നോളൂ, ഞങ്ങളോട് ചോദിച്ചിട്ട് കാര്യമില്ലെന്ന്. ഓ ശരിയെന്ന് പറഞ്ഞ് അവൾ വീണ്ടും ബസ് സ്റ്റോപ്പിലേക്ക് തന്നെ പോവുകയാണ്. അവൾ പോയി കഴിയുമ്പോഴേക്കും നിധിയും നികേഷിനോടായിടാ, അവൾ പറഞ്ഞത് കേട്ടില്ലേ, എന്നെ കണ്ട സുധീഷിന്റെ ചേച്ചിയാണെന്ന് തോന്നുന്നു എന്നവൾ ചോദിക്കേ. ആ പെണ്ണിന് കണ്ണ് കാണാൻ പാടില്ല, അതിന്റെയാ എന്ന് നികേഷും പറയുന്നുണ്ട്. മുഖം അടച്ചൊരെണ്ണം കൊടുക്കാൻ തോന്നി ചോദ്യം കേട്ടപ്പോ എന്ന് നിധിയും ദേഷ്യത്തോടെ പറയുന്നുണ്ട്. എനിക്കും കലി വന്നതാ, പിന്നെ പെണ്ണായിപ്പോയി എന്ന് നികേഷും. അല്ല നീ ശ്രദ്ധിച്ചോ, അമ്മായിയാണെന്ന് കളിയാക്കി പറഞ്ഞപ്പോഴേ ആ പെണ്ണ് ശരിയെന്നു പറഞ്ഞടാ എന്നവൾ പറയേ. ആ പെണ്ണിനെ വിട്ടേക്ക്, ശരിക്കും സുധീഷേട്ടനെ കണ്ടു കഴിഞ്ഞാൽ ഏടത്തിയുടെ ചിറ്റപ്പനെ പോലെയുണ്ട്. ആ ആളെയല്ലേ അവൾ പ്രേമിക്കാൻ നടക്കുന്നത്, അവളുടെ ടേസ്റ്റ് അത്രയ്ക്കേ ഉള്ളൂ എന്ന് നികേഷ് പറഞ്ഞു നിർത്തുമ്പോഴേക്കും സുധീഷ് തന്റെ ബൈക്കിൽ അങ്ങോട്ടെത്തുകയാ. ഗായത്രി സന്തോഷത്തോടെ അവനെ നോക്കുമ്പോഴേക്കും വണ്ടി ഒതുക്കി നിർത്തി ബസ് സ്റ്റോപ്പിലേക്ക് നടന്നുകൊണ്ട് ഹായ് എന്ന് അവളോടായി പറയുന്നുണ്ട് സുധീഷും. അവളും തിരിച്ച് ഹായ് പറയുന്നുണ്ട്. സുധീഷ് നികേഷിന്റെയും നിധിയുടെയും അരികിലേക്ക് ചെന്ന് ഹലോ, എന്താണ് എന്നെ കണ്ടയുടനെ മുഖമങ്ങ് മാറിയത്? ദേ അങ്ങോട്ട് നോക്കിയേ, എന്നെ കണ്ടയുടനെ ആ മുഖത്തുണ്ടായൊരു പ്രകാശം കണ്ടോ? നിങ്ങളുടെ മുഖമാണെങ്കിൽ നേരെ തിരിച്ച ഒരുമാതിരി കെട്ട ചൂട്ടുപോലെ. എന്താ അങ്ങനെ എന്ന് സുധീഷ് സംശയത്തോടെ ചോദിക്കേ. സുധീഷ് ഏട്ടാ, മര്യാദയ്ക്ക് പോവാൻ നോക്ക്, അല്ലെങ്കിൽ തന്നെ ഭ്രാന്ത് പിടിച്ചിരിക്കുക എന്ന് നികേഷും പറയുന്നുണ്ട്. നിനക്ക് എന്താ ഇത്ര ദേഷ്യം എന്ന് ചോദിച്ച് സുധീഷ് അവനെ ഇക്കിളിയാക്കുമ്പോഴേക്കും നിധിയും നികേഷിനോടായി നികേഷേ നീ ബസ് വന്നാ പോയിക്കോ,
ഞാൻ പോവാണെന്ന് പറഞ്ഞ് തന്റെ സ്കൂട്ടിയും എടുത്ത് നികേഷിനോട് യാത്ര പറഞ്ഞവൾ പോവുകയാണ്. അവൾ പോയി കഴിയുമ്പോഴേക്കും നികേഷും സുധീഷിനോടായി പറയുന്നുണ്ട്, സുധീഷേട്ടാ നിങ്ങൾ മാക്സിമം ബോറാവുന്നുണ്ടേ, നോക്കിക്കോ ഇത് ഉറപ്പായിട്ടും ഒരു ഇഷ്യൂ ആവുമെന്ന്. എടാ പയ്യൻസ്, എന്നോട് പ്ലാൻ തനി പ്ലാൻ, നീ നോക്കിക്കോ ഒരു ദിവസം നീ ഞെട്ടും, അപ്പോ നീ പറയും അമിച്ചു ചേട്ടാന്ന് എന്ന് കൈകൂപ്പി പറഞ്ഞ് എന്നാ ഞാനങ്ങോട്ട് എന്ന് പറഞ്ഞവൻ ഗായത്രിയുടെ അരിയിലേക്ക് ചെന്ന് സംസാരിക്കുമ്പോഴേക്കും ബസ്സും വരുന്നില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ നിൽപ്പാ നികേഷും. പിന്നീട് ഓഫീസിൽ ദിവ്യയും നിധിയും കോഫി കുടിക്കാൻ എത്തിയിരിക്കുകയാണ്. കോഫി എടുത്തുകൊണ്ട് ചെയറിലേക്ക് വരുന്നതിനിടയിൽ ദിവ്യ നിധിയോടായി ചോദിക്കുന്നുണ്ട്, എന്നിട്ട് പ്രസന്റേഷൻ നന്നായോ എന്ന്. അറിയില്ലെന്ന് നിധിയും. അപ്പോ പ്രോജക്റ്റ് അപ്രൂവ് ആയില്ലേ എന്ന് ദിവ്യ ചോദിക്കേ, അറിയില്ല, പ്രസന്റേഷൻ കഴിഞ്ഞ് അവരുടെ ചില ചോദ്യങ്ങളുണ്ടായിരുന്നു, അതിന് മറുപടി പറഞ്ഞു, പിന്നെ എന്നോട് പൊയ്ക്കോളാൻ പറഞ്ഞു എന്ന് നിധി. അങ്ങനെ അവർ അവിടെ ഇരുന്ന് കോഫി കുടിക്കാൻ തുടങ്ങുമ്പോഴാണ് സിദ്ധാർത്ഥ് അങ്ങോട്ട് വന്ന് ഗുഡ് മോർണിംഗ്. അത് കേട്ട് അവരും തിരിച്ച് ഗുഡ് മോർണിംഗ് പറയുകയാണ്. അവൻ താൻ കൊണ്ടുവന്ന സീറ്റ്സ് അവർക്ക് കൊടുക്കുമ്പോഴേക്കും ഇതെന്താ രാവിലെ തന്നെ സീറ്റ്സ് ഒക്കെ, ബോസിന്റെ ബർത്ത്ഡേ ഒന്നും അല്ലല്ലോ എന്ന് ദിവ്യ ചോദിക്കുന്നുണ്ട്. എന്റെ അല്ല, പക്ഷേ നമ്മുടെ സ്ഥാപനത്തിൽ വളരെ ഇന്നോവേറ്റീവ് ആയി ചിന്തിക്കുന്ന പ്രതിഭയുള്ള ഒരു ആർക്കിടെക്ചർ ഉണ്ട്. നിധി, കൺഗ്രാറ്റ്സ് ഫോർ യുവർ മാർവലസ് പ്രസന്റേഷൻ എന്ന് പറഞ്ഞവൾക്ക് ഷെയ്ക്ക് ഹാൻഡ് നൽകുകയാ സിദ്ധാർത്ഥ്. അവളും സന്തോഷത്തോടെ താങ്ക് യു പറയുമ്പോഴേക്കും ഫസ്റ്റ് ടൈമാണ് താൻ പ്രസന്റേഷൻ നടത്തുന്നതെന്ന് പറയില്ലല്ലോ, ഇന്നലെ എന്നോട് പറഞ്ഞ പോലെ അല്ലായിരുന്നല്ലോ, ശരിക്കും കലക്കി കളഞ്ഞു. അവരുടെ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ആൻസേഴ്സ്, റീസണബിൾ എക്സ്പ്ലനേഷൻസ്, ദേ ആർ സോ ഇംപ്രസ്ഡ് എന്ന് സിദ്ധാർത്ഥ് സന്തോഷത്തോടെ പറയേ. താങ്ക് യു സിദ്ധാർത്ഥ്, ക്ലയന്റിന് അത് ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ വലിയ സന്തോഷം. അതെല്ലാം നടന്നത് സിദ്ധാർത്ഥ് തന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചോണ്ടാ. ഐ എം താങ്ക്ഫുൾ ടു ദാറ്റ് എന്ന് നിധി സന്തോഷത്തോടെ പറയേ. താങ്ക്സ് ഒന്നും പോരാ, ഒരു ട്രീറ്റ് തന്നെ വേണമെന്ന് സിദ്ധാർത്ഥ് പറയുന്നു. അതിനെന്താ തരാലോ എന്ന് നിധി പറയേ. എപ്പോ സാലറി കിട്ടുമ്പോഴോ എന്ന് സിദ്ധാർത്ഥ്. നിധി ഒന്ന് പുഞ്ചിരിക്കുമ്പോഴേക്കും ഓക്കെ, അത് നിധിയുടെ ഇഷ്ടം പോലെ ചെയ്യാം, പക്ഷെ ഇത്രയും നല്ലൊരു ക്ലയന്റിനെ ഇംപ്രസ് ചെയ്ത സ്ഥിതിക്ക് എന്റെ വകയൊരു ഓഫർ. ബീച്ച് സൈഡിലെ പുതിയൊരു കോഫി ഹബ്ബ് വന്നിട്ടുണ്ട്, റിയലി ഗുഡ് ആംബിയൻസ്, ഡിഫറെന്റ് ആയിട്ടുള്ള കോഫി അവിടെയുണ്ട്, എ റിയൽ കോഫി ഹബ്ബ്. ഇന്ന് പോയാലോ? ഇവിടെ നിന്നൊരു 5 മണിക്ക് 45 മിനിറ്റ്സ് മതി. ഷാൾ വി ഗോ ദിസ് ഈവനിങ് എന്നവൻ ചോദിക്കേ. ഐ എം സോറി, ഇന്ന് വീട്ടിലൊരു കാര്യമുണ്ട്, ഒഴിവാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞവന്റെ ഓഫർ നിരസിക്കുകയാണ് നിധി. ശരി, വേറൊരു ദിവസം പോവാം, പക്ഷേ അന്നും അവോയ്ഡ് ചെയ്യരുത് എന്നവളെ ഓർമ്മിപ്പിച്ച് അവിടെയുള്ള സ്റ്റാഫുകൾക്കെല്ലാം സീറ്റ്സ് കൊടുക്കുക സിദ്ധാർത്ഥ്. ദിവ്യയും ചോദിക്കുന്നുണ്ട്, എന്താ നിനക്ക് മാത്രം ഒരു സ്പെഷ്യൽ ഓഫർ എന്ന്. എന്ത് സ്പെഷ്യൽ എന്ന് നിധിയും. കഴിഞ്ഞ ആഴ്ച എനിക്കൊരു പ്രസന്റേഷൻ ഉണ്ടായിരുന്നു, ക്ലയന്റും ഓക്കെ ആയതാ, കാപ്പി പോയിട്ട് കാപ്പി കുരു പോലും തന്നില്ല. എന്തിന്? നമ്മുടെ രാഘവിന് കഴിഞ്ഞ ആഴ്ച ഒരു പ്രോജക്റ്റ് ഓക്കെ ആയതാ, ഒരു കാപ്പിയും ആരും വാങ്ങിക്കൊടുത്തില്ല. ഇത് ബീച്ച് സൈഡ് റെസ്റ്റോറന്റ്, പോർച്ചുഗീസ് കോഫി എന്താണ് എന്നവൾ കളിയാക്കി ചോദിക്കേ. നീ വെറുതെ ആവശ്യമില്ലാത്തൊന്നും പറഞ്ഞുണ്ടാക്കല്ലേ, നല്ലൊരു മൂഡിലാ ഞാൻ, സ്പോയിൽ ചെയ്യരുത് പ്ലീസ് എന്ന് നിധി പറയുന്നുണ്ട്. എന്തായാലും സിദ്ധാർത്ഥ് നിന്നെ സ്പെഷ്യലായിട്ടാ കാണുന്നത്, അത് ഉറപ്പാണെന്ന് ദിവ്യയും പറയുന്നുണ്ട്. എന്നാ നിങ്ങൾക്കൊന്നും വാങ്ങിത്തരാത്ത കാപ്പി എനിക്ക് വേണ്ടാന്ന് ഞാൻ പറഞ്ഞോളാം പോരെ എന്നവൾ ചോദിക്കേ. ദിവ്യയും ചിരിയോടെ അയ്യോ ഞാനങ്ങനെ പറഞ്ഞൊന്നും പറഞ്ഞേക്കല്ലേ എന്ന് പറയുന്നു. ഉറപ്പായിട്ടും ഞാൻ പറയും, എന്നെ വിളിക്കട്ടെ, തൽക്കാലം നീ വാ എന്ന് പറഞ്ഞ് നിധിയും ദിവ്യയും അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. അവിടെ സുധീഷ് തന്റെ ടാക്സിയുമായി ഹരീഷിന്റെ മെക്കാനിക്കൽ ഷോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. അവൻ കാറിനകത്തിറങ്ങി, ഡാ ഹരീഷേ, കാറിൽ AC വർക്ക് ചെയ്യുന്നില്ല, നീ ഒന്ന് നോക്കിയേ എന്ന് പറയേ. ഏതെങ്കിലും കാർ വർക്ക്ഷോപ്പിൽ കാണിക്കേ, ഇവിടെ ബൈക്കാ നോക്കുന്നെന്ന് ഹരീഷും പറയുന്നുണ്ട്. എടാ അവിടെയൊക്കെ കൊടുത്താ കൊല്ലണ പൈസ വാങ്ങൂലേ, നിനക്കറിയാവുന്ന കാര്യമല്ലേ, നീ ഒന്ന് വന്ന് നോക്കിയേ എന്ന് സുധീഷും പറയുന്നു. എനിക്കിവിടെ 100 പണിയുണ്ട് സുധീഷേട്ടാ എന്ന് ഹരീഷ് പറയേ. എടാ ഒരു ചെറിയ പണിയല്ലേടാ, നീ ഒന്ന് നോക്ക്, ദേ അപ്പോഴേക്കും ഞാൻ അവിടെ നിന്നൊരു ജ്യൂസ് കുടിച്ചിട്ട് വരാം, ഒരെണ്ണം നിനക്കും വാങ്ങിച്ചു തരാം, ഇപ്പൊ വരാമെന്ന് പറഞ്ഞ സുധീഷ് ജ്യൂസ് കുടിക്കാനായി പോവുകയാ. ഹരീഷ് എഴുന്നേറ്റ് ചെന്ന് കാറിലേക്ക് കയറി ഡോറടച്ച് ആ കാറിന്റെ AC ചെക്ക് ചെയ്യുമ്പോഴാണ് ഹരീഷ് എന്ന് വിളിച്ച് നീതു അങ്ങോട്ട് വരുന്നത്. അവിടെയൊന്നും അവനെ കാണാതെ അവൾ തിരയുമ്പോഴേക്കും അവൻ കാറിന്റെ ഡോർ തുറന്നിറങ്ങുകയാ. ആ ഇവിടെ ഉണ്ടായിരുന്നോ എന്നവൾ ചോദിക്കുമ്പോഴേക്കും അവൻ കാറിന്റെ ബോണറ്റ് തുറന്ന് അത് ചെക്ക് ചെയ്യാനായി തുടങ്ങുകയാ. നീതു അവന്റെ അരികിലേക്ക് ചെന്ന് ശരി, പറയാനുള്ളതൊക്കെ രണ്ടുപേരും പറഞ്ഞു, അത് കഴിഞ്ഞില്ലേ, പോട്ടെന്ന് വെച്ചൂടെ, ഞാൻ നാണമില്ലാതെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഒരു തവണയെങ്കിലും അറ്റൻഡ് ചെയ്ത് സംസാരിച്ചൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അവൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ വീണ്ടും കാറിനകത്തേക്ക് കയറി AC ചെക്ക് ചെയ്യുകയാ. അത് റെഡിയായത് കണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി ഷോപ്പിലേക്ക് പോകാൻ നേരം ഹരീഷേ, ഞാൻ നിന്നോടല്ലേ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞവൾ പിടിച്ചു നിർത്തുന്നുണ്ട്. ഇത് കുറച്ച് ഓവറാണ് കേട്ടോ, സഹിക്കുന്നതിനും ഒരു പരിധിയുണ്ട് എന്നവൾ ദേഷ്യത്തോടെ പറയേ. നീയല്ലേ സംസാരിക്കുന്നില്ലെന്ന് പറഞ്ഞു പോയേ, പിന്നെന്താ പ്രശ്നമെന്ന് ഹരീഷും ചോദിക്കുക. ഞാൻ മിണ്ടാതിരുന്ന നിനക്ക് അത്രയും സന്തോഷമാണല്ലേ, അല്ലാതെ അവൾ ഇതുവരെ വിളിച്ചില്ലെന്ന് പറഞ്ഞ് സങ്കടപ്പെടാനൊന്നും പോകുന്നില്ലല്ലോ, ഫോൺ ചെയ്താൽ എടുക്കില്ല, നേരിട്ട് കണ്ട ഒഴിഞ്ഞു മാറുന്നു, മുഖത്ത് പോലും നോക്കുന്നില്ല
എന്തൊക്കെയാ ഇത്? അവസാനിപ്പിച്ച മതിയെന്നാണോ നിനക്ക് എന്നവൾ ചോദിക്കുക. നീ അങ്ങനൊരു തീരുമാനമെടുത്താ എനിക്ക് ശരിക്കും സന്തോഷമായി എന്നവൻ പറയുന്നത് കേൾക്കെ ഹരീഷ് എന്താ ഇത്? എങ്ങനെയാ നിനക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുന്നേ എന്ന് നീതുവും ചോദിക്കുക. എനിക്ക് ഇങ്ങനെയല്ലാണ്ട് സംസാരിക്കാൻ പറ്റില്ലെന്ന് ഹരീഷ്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നേ? അങ്ങനെ വൺ സൈഡായിട്ട് വേണ്ടാന്ന് വെക്കാനല്ലല്ലോ ഇങ്ങനൊരു ബന്ധം തുടങ്ങിയെന്ന് നീതുവും പറയുന്നുണ്ട്. ആദ്യമേ ഇത് തലവേദനയാവുമെന്ന് എനിക്കറിയാമായിരുന്നു, അതാണ് ഞാനും ഒഴിഞ്ഞു മാറിയതെന്ന് ഹരീഷും പറയുന്നുണ്ട്. ഓഹോ, അപ്പൊ എനിക്കായോ കുറ്റം മുഴുവൻ? ഞാൻ നിന്നെ കറക്കി വീഴ്ത്തിയതാണോ എന്ന് നീതുവും ചോദിക്കുക. അങ്ങനെ പറഞ്ഞാലും അതിൽ തെറ്റില്ലെന്ന് ഹരീഷും. ഹരീഷെ, ഒരുമാതിരി മോശം രീതിയിൽ സംസാരിക്കാൻ നിൽക്കരുത് എന്നവൾ പറയുന്നവൾക്ക് ഇതാണ് നിന്റെ കുഴപ്പം, പറയേണ്ടത് മുഴുവൻ ആദ്യം പറയും, പിന്നെ മറ്റുള്ളവരുടെ തലയിൽ കയറും എന്നവനെ ഒച്ചയ്ക്കുന്നത് കേട്ടുകൊണ്ടാണ് സുധീഷ് അങ്ങോട്ട് വന്ന് എടാ എന്താടാ ഇത്? രണ്ടും ഒന്ന് നിർത്തിക്കേ, രണ്ടും കൂടി കിടന്ന് കലവില കൂടുന്നതേ അങ്ങേ അറ്റം വരെ കേൾക്കാം. എന്താണ് പ്രശ്നം? നീ ഇത് കുടിച്ചേ എന്ന് പറഞ്ഞ അവന് ജ്യൂസ് കൊടുത്ത് നിനക്ക് വേണോ എന്ന് സുധീഷ് അവളോടായി ചോദിക്കുന്നുണ്ട്. ഹരീഷും നീതുവിനോടായി അതെ നീ പോ, ഞാൻ വിളിച്ചോളാം എന്ന് പറയേ നീ പറയും പക്ഷെ വിളിക്കില്ല. ഈ 4 ദിവസം ഒരു കോള് പോലും എടുക്കാത്ത നീയാണോ ഇനി വിളിക്കാൻ പോണേ? എനിക്കാണ് നാണമില്ലാത്തത്. നീ എന്നെ അവോയ്ഡ് ചെയ്തിട്ടും പിന്നാലെ വന്ന് നാണമില്ലാതെ ഞാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ എന്നവൾ പരിഭവത്തോടെ പറയുന്നവൾക്ക് എന്താടാ ഹരീഷേ, നിങ്ങൾക്കിടയിൽ ഇത്ര വലിയ പ്രോബ്ലം എന്താ എന്ന് സുധീഷും ചോദിക്കുക. ഒന്നുമില്ല സുധീഷേട്ടാ, അതെ AC റെഡിയാ, സുധീഷേട്ടൻ പോയിക്കോ എന്ന് ഹരീഷും. അത് കേൾക്കെ നീതുവും ഞാൻ പറയാം സുധീഷേട്ടാ, സുഭാഷ് ഏട്ടന്റെ എൻഗേജ്മെന്റ് മുടങ്ങിയില്ലേ, അതിന് ഞാൻ അത്രേ കാരണം എന്ന് നീതു പറയേ. അതിനിപ്പോ നീ എങ്ങനെ കാരണമാവുന്നേ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. അത് കേട്ട് ഹരീഷും എടി നിന്നോട് ആരെങ്കിലും ഇപ്പൊ ചോദിച്ചോ, ഒന്ന് പോയേ എന്ന് പറഞ്ഞ് ഒച്ചയെടുക്കുക. ഹരീഷേ നിർത്ത്, നാളെ എന്റെ അനിയത്തിയായിട്ട് വരേണ്ട കൊച്ചല്ലേടാ, ചോദിക്കട്ടെ മോളെ, നീ ഇങ്ങ് വന്നേ, വാ അവിടെ ഇരിക്കാം വാ എന്ന് പറഞ്ഞ് സുധീഷ് അവളെ ഷോപ്പിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ ഒരിടത്തിരുത്തി കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കുക. ദേഷ്യത്തോടെ അവരെ നോക്കി നിൽക്കുന്ന ഹരീഷിനെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഗായത്രിയുടെ ബർത്ത്ഡേക്ക് അവൾ സുധീഷിനെ ക്ഷണിക്കുന്നതും തന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് അവൾ തന്റെ ഫ്രണ്ട്സിനെ സുധീഷിനെ പരിചയപ്പെടുത്തുന്നതുമെല്ലാമാണ് അടുത്ത എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.